ഷെഫീഖ് താമരശ്ശേരി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഷെഫീഖ്, ഇതൊരു ദിവസങ്ങളെടുത്ത പോരാട്ടം കൂടിയായിരുന്നു ഷെഫീഖ്. ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതാണ് അനീതി, ഇങ്ങനെയാണ് അനീതി നടന്നത് എന്ന് വിളിച്ചു പറയേണ്ടതുണ്ടായിരുന്നു. തീർച്ചയായും മധു, നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ പോരാട്ട വിജയം തന്നെയാണ്. ഏറ്റവും ആദ്യഘട്ടത്തിൽ നമുക്ക് ഒരു വാർത്ത നമ്മുടേതായി പിൻവലിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അടക്കമുള്ള ആളുകൾ ഒരു ലഹരി കേസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഏറ്റവും ആദ്യം നമ്മൾ പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിക്കപ്പെട്ടു. ആദ്യം അതിനെ തുടർന്ന് ആവശ്യത്തിലുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്നുള്ള വാർത്തകൾ പിൻവലിക്കപ്പെട്ടു. തുടർന്ന് റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ പിൻവലിക്കുന്നതിനെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ച പൊതുവിലുള്ള ആരോപണങ്ങൾ പിൻവലിക്കപ്പെട്ടു. ഇങ്ങനെ ഏറ്റവും ആദ്യത്തെ ദിവസം ഏതാണ്ട് 11ഓളം വാർത്തകൾ, രണ്ടാമത്തെ ദിവസം 8ഓളം വാർത്തകൾ, ഇങ്ങനെ ഏതാണ്ട് 30-ലധികം വാർത്തകൾ, 35-40ഓളം വാർത്തകൾ ഏതാണ്ട് നമുക്ക് പല ദിവസങ്ങളിലായി പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റേ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. മെറ്റുമായി നിരന്തരം മെയിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഒരു പൂർണ്ണമായ വിവരം നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് വളരെ കൃത്യമായും ഇതൊരു ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മെറ്റ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ആ സമയം തന്നെ നമ്മൾ ലോകത്തോട് ഇത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതൊരു ഒന്നുകിൽ കോടതിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഇവർക്ക് മാത്രമേ ഒരു ലീഗൽ റിക്വയർമെൻറ്റ് നടത്താൻ കഴിയൂ എന്നുള്ള കാര്യം. പക്ഷേ പിന്നീട് സംഭവിക്കുന്ന കാര്യം, സർക്കാർ ഈ കാര്യം വളരെ ശക്തമായി തന്നെ നിഷേധിക്കുകയും പിന്നീട് സൈബർ പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ട് ചില വാർത്തകൾ പൊട്ടിപ്പുറപ്പെടുന്നു. കേരളത്തിലെ ഏതാണ്ട് മുൻനിര മാധ്യമങ്ങൾ എല്ലാവരും യാതൊരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ അത്തരമൊരു വാർത്ത കൊടുത്തു. ഒരു ഡോക്യുമെൻ്റ് പോലും പുറത്തു വന്നിട്ടില്ല. നമുക്കറിയാം, മെറ്റയിൽ നിന്ന് ആരും വ്യക്തിപരമായ ഒരു വിവരം ചെന്ന് പറയില്ലല്ലോ, ഒരിക്കലും ഫോൺ വിളിച്ച് പറയില്ലല്ലോ, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് പറയില്ലല്ലോ. മറ്റൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും അതൊരു രേഖാമൂലമായിരിക്കും, അത് ഇമെയിൽ സന്ദേശം വഴിയായിരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെയൊരു ഡോക്യുമെൻ്റ് പുറത്തു വിടാതെ തന്നെ മുഴുവൻ മാധ്യമങ്ങളും തെറ്റായ വാർത്ത കൊടുത്തു. ആ വാർത്ത ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരമൊരു തെറ്റായ വാർത്ത? അതാണ് ചോദ്യവും.